അപ്പം ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തുണിയൊക്കെ വിരിച്ചിട്ട് അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നലെ സ്റ്റോറി ഇട്ടത് ബാക്കി ഇന്ന് റീലെടുത്താലോന്ന്. അപ്പോൾ ഇതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നിരിക്കുക കേട്ടോ. പുറത്ത് നല്ല കാറ്റുണ്ട്, പക്ഷെ നല്ല ചൂടുണ്ട്. അപ്പോൾ ഇങ്ങനെ കോഡിനെക്കാണ്, കുഴപ്പമൊന്നുമില്ല, ഡെലിവറി ആകും, നോക്കാം എന്ന് ഡോക്ടർ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു വിട്ടിരുന്നു വേണ്ട എനിക്ക് സിസേറിയൻ മതി എന്നുള്ളത്, അങ്ങനെ ചെയ്തു തരണമെന്ന് പറയണമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് അങ്ങനെ തന്നെ പറഞ്ഞ് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മതി എന്നാണെങ്കിൽ ഓക്കെ ചെയ്തു തരാം, പക്ഷേ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഡേറ്റ് ആയിട്ടില്ലല്ലോ, വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, ഡോക്ടർ തന്നെ ഒരു ഡേറ്റ് പറഞ്ഞു, ഒരു ബുധനാഴ്ച ദിവസം ചെയ്തു തരാം, അത് കഴിഞ്ഞ് വരുന്ന ബുധനാഴ്ച ദിവസം ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ വല്യമ്മ എനിക്ക് ചായ പ്രഭാത ഭക്ഷണമൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് എന്തുവാ കഴിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഒരു ബീട്രൂട്ട് ചേർന്നൊരു കറിയായിരുന്നു. ആ കറിക്ക് കുറച്ച് എരിവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോൾ നല്ല എരിവ് ഉണ്ടായിരുന്നു. കഴിച്ച് കഴിയുമ്പോൾ വയറിനകത്തുനിന്ന് ഒരു പുകച്ചിൽ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ ഡോക്ടർ 8 മണിയൊക്കെ കഴിയുമ്പോൾ റൗണ്ട്സിന് വരുന്നത്. ആ റൗണ്ട്സിന് വരുന്ന സമയത്ത് ഓരോ ഡോക്ടേഴ്സിന്റെയും പേഷ്യൻസ് ഓരോരോ വാർഡിലായിട്ട് എല്ലാവരും കൂടെ ഒത്തുകൂടണം. അപ്പോൾ മേളിൽ ഉള്ളവരെല്ലാം താഴെ വരണം, ഡോക്ടർ മേളിൽ കയറി വരത്തില്ല. അങ്ങനെ എല്ലാവരും താഴെ ചെന്ന് ഞങ്ങൾ ആ വാർഡിലുള്ളവരെല്ലാവരും താഴെ ഡോക്ടറെ അടുത്ത് പോയിരുന്നു. അപ്പോൾ ഓരോരുത്തരെയും ഡോക്ടർ വിളിക്കുമ്പോൾ കാണുകയാണ്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു വേദന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇല്ലടോ ആയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കറിയാം ആയി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ടൊന്നുമില്ല, നമ്മൾ എന്തായാലും ബുധനാഴ്ചത്തേക്ക് പറഞ്ഞത്. ഒരുപാട് പേഷ്യൻസിനെ നോക്കാനില്ല. അപ്പോൾ ആ സമയത്ത് വീണ്ടും നമ്മൾ പിന്നെ അങ്ങോട്ട് പറയുമ്പോൾ ഇപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഓക്കെ പറഞ്ഞു. ഞാൻ എന്ത് മേലെ റൂമിൽ കയറിപ്പോയില്ല, പുറത്ത് ഇറങ്ങി വരാന്തയിൽ നിന്നു. എല്ലാ പേഷ്യൻസിനെയും നോക്കി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് നിന്നു വെയിറ്റ് ചെയ്തു. ഫയലൊക്കെ പിടിച്ച് പുറത്ത് വെയിറ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ എല്ലാ പേഷ്യൻസിനെ നോക്കിക്കഴിഞ്ഞ് വന്നപ്പം ഞാൻ വീണ്ടും മാഡത്തിൻ്റെ അടുത്ത് കയറി പറഞ്ഞു മാഡം എനിക്ക് ഒരു പെയിന് ഒരു കൺട്രാക്ഷൻ വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് വരുന്ന ഇതിന് നല്ല കൺട്രാക്ഷൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇയാൾ എന്താ വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ നേഴ്സാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ എന്നോട് റൂമിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. ഓക്കെ നീ കയറി കിടക്ക് ഞാനൊന്ന് നോക്കട്ടെ എന്നാണ്. അങ്ങനെയാണ് ഡോക്ടറിനെ വീണ്ടും ഡീപ്പായിട്ട് നോക്കുന്നത്. അപ്പോൾ സംഭവം ഓക്കെയാണ്, ലേബർ പെയിൻ വന്ന് തുടങ്ങിയത് തന്നെയാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് പക്ഷെ എന്നാൽ ഡെലിവറി ആകുമോ നോക്കാം. ഞാൻ പറഞ്ഞു വേണ്ട മാഡം എനിക്ക് ഡെലിവറി ആകണ്ട, കാരണം ഈ ഒരു പെയിനും സഹിച്ച് വീണ്ടും സിസേറിയൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് സിസേറിയൻ ചെയ്ത് തന്നാൽ മതി എന്നാണ്. അപ്പോൾ ഡോക്ടറിന് ഇന്ന് നടക്കൂലോ, ഇന്ന് സൺഡേ ആണ്, ഇന്ന് അനസ്തെറ്റിക്സിന് കിട്ടത്തില്ല എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ മേഡം, അപ്പോൾ എമർജൻസി കേസ് വരും. അങ്ങനെ എമർജൻസി കേസ് വരുമ്പം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഡോക്ടറെ വീട്ടിൽ പോയി കാണുമോ എന്ന് ചോദിച്ചു. അപ്പം അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക, ഞാനത് തുറന്നു പറയുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഡോക്ടറെ കാണാൻ പറ്റുമോ എന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം എന്തായാലും പറ്റത്തില്ല, കാരണം ഇവിടെ ആരും ഇല്ല, എൻ്റെ ഹസ്ബൻഡോ അമ്മയോ ആരും ഇല്ല.